പരിസരത്തൊന്നും ഇല്ലാത്ത ഒരു പുതിയൊരു ഐറ്റം ഇന്ന് എൻ്റെ കണ്ണിപ്പെട്ടു. യൂട്യൂബിൻ്റെ റീൽ നോക്കുന്നതിനിടയിൽ എവിടെയോ ഞാനൊരു മണിത്തക്കാളി കണ്ടിട്ടുണ്ട്. ആ മണിത്തക്കാളിയാണോ ഈ മണിത്തക്കാളി എന്ന് എനിക്ക് പെട്ടെന്ന് തോന്നിപ്പോയി. മണിത്തക്കാളി എന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കിയത് മണിത്തക്കാളി റെസിപ്പീസ് അങ്ങ് വന്നു. യൂട്യൂബ് കയറി സെർച്ച് ചെയ്തതും റെസിപ്പീസിൻ്റെ അടുക്ക ഈ ഒരു വീഡിയോ കണ്ടു. മണിത്തക്കാളി ചെടിയിൽ ഇങ്ങനെ കാച്ചു കിടക്കുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന ഈ മണിത്തക്കാളിയാണോ ഈ എൻ്റെ കയ്യിലിരിക്കുന്ന മണിത്തക്കാളി എന്ന് എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയിപ്പോയി. അങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയത് മണിത്തക്കാളി കൊണ്ട് ഉണ്ടാക്കുന്ന കറികളെല്ലാം വന്നു. അതിനിടയിൽ വത്തക്കുളമ്പ് വന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ് കേട്ടോ വത്തക്കുളമ്പ്. ഞാൻ വിചാരിച്ചത് ചുണ്ടയ്ക്ക കൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോഴും നോക്കിയപ്പോഴാണ് മണിത്തക്കാളിയാണ് ഇതിന് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായത്. ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ യൂട്യൂബിൽ കണ്ടൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. വത്തക്കുളമ്പിൻ്റെ റെസിപ്പി അവിടെ വെച്ചുകൊണ്ട് ഈ ചേച്ചിയുടെ വീഡിയോയ്ക്ക് ഞാൻ നോക്കുമായിരുന്നു. ഇത് തന്നെയാണോ എൻ്റെ വീട്ടിലുള്ള മണിത്തക്കാളി എന്ന് എനിക്ക് ആകെ കൺഫ്യൂഷനായിപ്പോയി. ഏകദേശം ഈ ചേട്ടൻ കാണിക്കുന്ന പോലത്തെ കായ്കളൊക്കെ ഉള്ള ഒരു ചെടിയാണ് ഞാൻ കണ്ടെത്തിയത്. അപ്പോഴാണ് ഇത് വിഷമാണോ എന്നുള്ള ഒരു ഹെഡ്ലൈനോട് കൂടിയുള്ളൊരു വീഡിയോ എൻ്റെ കണ്ണിപ്പെട്ടത്. ഞാൻ മണിത്തക്കാളി എന്നും പറഞ്ഞ് കണ്ടെത്തിയ ചെടിയുടെ കായ്കൾ കഴിച്ചിട്ട് തട്ടിപ്പോകുമെന്നുള്ളൊരു പേടിയുള്ളത് കൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല. യൂട്യൂബിൽ നിന്ന് അരിച്ചു പിറക്കി മണിത്തക്കാളിയുടെ ഫുൾ വീഡിയോ ഞാൻ കണ്ടു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ മണിത്തക്കാളി കണ്ടെത്തിയത്. പക്ഷെ അത് മണിത്തക്കാളിയാണോ എന്ന് പോലും എനിക്കറിയത്തില്ല. ടോട്ടൽ കൺഫ്യൂഷൻ ആയിപ്പോയി. എൻ്റെ കൺഫ്യൂഷൻ മാറ്റാനായിട്ട് കെട്ടിയോനോട് കരഞ്ഞ് കാല് പിടിച്ച് ആ ചെടി ഞാനിങ്ങ് പിഴുതെടുത്തു. യൂട്യൂബിൻ്റെ വീഡിയോകളെല്ലാം ഓരോന്നായിട്ട് കണ്ട് ഇലകളും കായ്കളും ഒക്കെ നോക്കിയിട്ട് ഞാനിത് മണിത്തക്കാളിയാണെന്ന് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഗായ്സ്, ഞാൻ പരാജയപ്പെട്ടു പോയി. ഏകദേശം തക്കാളിയുടെ സൈസൊക്കെ ഉള്ള ഈ കായ്കൾ നല്ല കറുകറായിരിക്കുന്നു. ആ പച്ച കായ്കൾ കാണാൻ തക്കാളിയുടെ ഒരു ഷേപ്പൊക്കെ ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും മണിത്തക്കാളി കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്കണേ. ഞാൻ കണ്ടെത്തിയ ഈ ചെടി ഏതാണെന്നും കൂടി ഒന്ന് കമന്റ് ഇട്ടേക്കണം. കുറേ നേരത്തെ ഗവേഷണങ്ങൾക്ക് ശേഷം ഞാൻ എന്നും ചെയ്യുന്നത് പോലെ തന്നെ ഈ ചെടിയുടെ ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ ജെമിനിക്കും ChatGPTക്കും ഇട്ട് കൊടുത്തു. ഇപ്പോൾ അതാണല്ലോ ട്രെൻഡ്. എന്നിട്ട് ChatGPT പറഞ്ഞത് ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ എന്നെ വായിച്ചോ എന്താണെന്ന്. ChatGPT പറഞ്ഞ പോലെ ഒരു ക്ലോസപ്പ് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തതും ഇത് മണിത്തക്കാളി ആണെന്ന് തോന്നിയാലും നിങ്ങൾ കായ്കൾ പറിച്ച് തിന്നല്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ സുരക്ഷിതത്വത്തിന്